രാജാവ് യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ 4000 പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവർ യസ്രിബ് എന്ന ഒരു വെള്ളത്തടാകത്തിന്റെ അരികിലെത്തിയപ്പോൾ അവിടെ നിന്നു 400ഓളം പണ്ഡിതന്മാർ ഞങ്ങൾ ഇനി ഇവിടുന്ന് പോകൂല എന്ന് പറഞ്ഞു. തുബ്ബഅ രാജാവ് ഹബീബായ നബിയുടെ 1000 കൊല്ലം മുമ്പാണ്. എന്തുകൊണ്ട് മുഹമ്മദിൻ, ഇത് മുഹമ്മദ് നബി ഹിജ്റ വരുന്ന സ്ഥലമാണ്, ഞങ്ങളിവിടെ കാത്തു നിൽക്കാണ്. ഹബീബായ നബി ജനിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് അവരവിടെ കാത്തുന്നു. അപ്പൊ ഞങ്ങൾ നേരത്തെ മരിച്ചു, എന്നാലും ആ നാട്ടിൽ പിന്നീട് നബി എത്തൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവിടെ പാർത്തു. അപ്പൊ രാജാവിനും ഭയങ്കര അത്ഭുതമായി, അങ്ങനത്തെ നബി വരാൻ പോകണം. അപ്പൊ രാജാവ് കത്തെഴുതി നബിക്ക്. നബിക്ക് കത്തെഴുതി നബി ജനിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ്. യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് ഖദ് ആമൻതു ബില്ലാഹി വബികിതാബിഹി വബിജമീഇ മാ അൻസലല്ലാഹു ഇലൈക ലൗ കുൻതു ഫീ സമാനിക ലൗ മദ്ദല്ലാഹു ഉംരി ഇലാ സമാനിക ലകുൻതു വസീറൻ ലക. അല്ലാഹു എനിക്കെങ്ങാനും നിങ്ങളെ കാലം വരെ ആയുസ് തരുകയാണെങ്കിൽ ലകുൻതു വസീറൻ ലക, ഞാൻ എൻ്റെ രാജസ്ഥാനം ഒഴിവാക്കിയിട്ട് നിങ്ങളെ മന്ത്രിയായി മാറും. ആമൻതു ബില്ലാഹി വബികിതാബിക വബിജമീഇ മാ അൻസലല്ലാഹു ഇലൈക, അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്നത് മുഴുവനും ഞാനിതാ വിശ്വസിക്കണം. ലോ മദ്ദല്ലാഹു ഉംരി, എൻ്റെ ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടി തരികയാണെങ്കിൽ ഇല്ലാ സമാനിക, നിങ്ങളെ കാലം വരെ നീട്ടി തരികയാണെങ്കിൽ ഞാൻ ലകുൻതു വസീറൻ ലക, നിങ്ങളുടെ മന്ത്രിയായി മാറും. ആരാ രാജാവ് എന്നറിയോ? അന്ന് ആ രാജാവിന് 1,33,000 കുതിരപ്പട്ടാളുണ്ട് രാജാവിന്റെ കൂടെ. രാജ്യങ്ങളിൽ വിന്യസിച്ചതിന് പുറമെ രാജാവിന്റെ ഒപ്പം നടക്കാൻ 1,33,000 കുതിരപ്പട്ടാളവും 1,13,000 കലാൽ പട്ടാളവും ഉണ്ട്. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ഭരിച്ച രാജാവാണ് ആര്? തുബ്ബഅ. അയാളാണ് ആദ്യമായി കഅബയിൽ കിസ്വാണിച്ചത്. കഅബന്റെ ഖില്ലല്ലേ, അതാദ്യമായി ചരിത്രത്തിൽ റസൂൽ ജനിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് കഅബക്ക് കിസ്വാണിച്ചത് ആരാ? തുബ്ബഅ രാജാവാണ്. അത് കഴിഞ്ഞ് പോവാണ്. അന്ന് മദീനയിൽ ഒരു മനുഷ്യല്ല, മദീനയിൽ ഒരു വെള്ളത്തടാകമുണ്ട്. അവിടെ പാർത്തതാണ് ഒരു രാത്രി. നേരം വെളുത്തപ്പോൾ പ്രധാനികളായ 400ഓളം പണ്ഡിതന്മാരുണ്ട്. 4000 പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭരും ബുദ്ധിമാന്മാരും ജ്ഞാനികളുമായ വേദജ്ഞാനികളായ 400 പണ്ഡിതന്മാർ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇനി ഈ നാട്ടിൽ നിന്ന് ഒരു ലങ്ങക്ക് വേണം, ഞങ്ങളെ കൊന്നിട്ട് ഇവിടെ കുഴിച്ചിടാം, എന്നാലും പോയില്ല. എന്തേന്ന് വെച്ചു? അതാ മഹ്ജറു മുഹമ്മദിൻ അന്നബി ഫി ആഖിരി സമാൻ, ആഖിർ സമാനിലെ നബി ഹിജ്റ വരുന്ന സ്ഥലമാണ്, ഞങ്ങൾ അവിടെ വത്തിക്കണം. അപ്പൊ രാജാവ് പിന്നെ ആ നബിയെ പറ്റി പഠിച്ചു പരകയുന്നു. അപ്പൊ രാജാവിനും പൂർത്തിയായി. പിന്നെ ആ നാട്ടിൽ നബിയെ പ്രതീക്ഷിച്ച് 1 കൊല്ലം രാജാവ് നിന്നു. എന്ന് നബി വരുന്നതിന്റെ 1000 കൊല്ലം മുമ്പ്. പിന്നെ രാജാവിന് പോണ്ടേ? അപ്പൊ രാജാവ് കത്തെഴുതി. എന്താ അതിലുള്ളത്? യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് ആമൻതു ബിക വബികിതാബിക വബിജമീഇ മാ അൻസലല്ലാഹു ഇലൈക, അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്നത് മുഴുവൻ ഞാനിതാ വിശ്വസിക്കണം, നബിയെ കൊണ്ട് വിശ്വസിക്കുക. എന്ന് നബി ജനിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ്. എന്ന് ലൗ മദ്ദല്ലാഹു ഉംരി ഇലാ സമാനിക, നിങ്ങളെ കാലം വരെ അല്ലാഹു തആല എനിക്ക് ആയുസ് നീട്ടി തന്നാൽ ലകുൻതു വസീറൻ ലക, ഞാൻ നിങ്ങളുടെ മന്ത്രിയായി മാറും. എന്നിട്ട് രാജാവ് 400 പണ്ഡിതന്മാർക്ക് അവിടെ മാണിമാളികകൾ കെട്ടിക്കൊടുത്ത് നബിയെ കാത്തിരിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്ത്? അവരെ ആ കത്ത് ആ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്റെ കയ്യിൽ കൊടുത്ത്, നബി വന്നത് കൊടുക്കണേ, നിങ്ങൾ മരിക്കണേ, നിങ്ങളെ പിൻഗാമികളോട് പറയണേ. അവരാ കത്ത് പിൻഗാമി 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 ആ കത്ത് കൈവശം വെച്ച കുടുംബത്തിന് പിന്നെ ബനു നജ്ജാർ കബീല എന്ന പേരിൽ അറിയപ്പെട്ടു. ആ കബീലയിലെ നേതാവായിരുന്നു ആര്? അബൂ അയ്യൂബ് അൽ അൻസാരി. ആ മാളികപ്പറയില നബി പാർത്ത്. ഏത് മാളികപ്പറയില്? തുബ്ബഅ രാജാവ് 1000 കൊല്ലം മുമ്പ് കെട്ടിക്കൊടുത്ത മണിമാളികയിലാണ് മദീന ചെന്നത് നബി പാർത്ത്. റസൂലുള്ള ജനിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ പ്രതീക്ഷിച്ച് തുബ്ബഅ രാജാവും ആളില്ലാത്ത മദീനയിൽ 400 പണ്ഡിതന്മാരെ, മദീനക്കാരെ അസിലൊക്കെ പണ്ഡിതന്മാരാ. ഈ പണ്ഡിതന്മാരെ ആരെ പണ്ഡിതന്മാരാ? തുബ്ബഅ രാജാവിന്റെ. അവിടെ ആളില്ലാത്ത നാടാണ്. അവിടെ ഈത്തപ്പനകൾ വെച്ച് പിടിപ്പിച്ച് എന്തിന്? നബി വരാൻ കാത്തിരിക്കാൻ. ആ ഈത്തപ്പനക്ക് വിലണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് അജുവുണ്ടായത്. മദീനയിലെ ഈത്തപ്പന എന്തല്ലേ അജുവല്ലേ? എന്തേ മദീന അജുവല്ലാതിരിക്കും? എന്തുകൊണ്ട് മദീനയിൽ അജുവുണ്ടായത്? പറയാം. എന്താ അജുവുണ്ടാവാൻ കാരണം? അത് ആരെ കാത്തുണ്ടാക്കിയതാണ്?
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് നബി വരുമ്പോ വരെ ഇവിടെ കാത്തിരിക്കണമെങ്കിൽ ഇവർക്ക് ഭക്ഷണം വേണ്ടേ? അപ്പൊ നബിയെ കാത്തിരിക്കുന്നവർക്ക് ഭക്ഷണമാക്കി കുഴിച്ചിട്ടതാണ് എന്ത്? ആ ഈത്തപ്പനകള്. ലോകത്തൊരു നാട്ടിലുള്ളത് അജുവല്ല. ഏത് നാട്ടിലെ അജുവയാണ്? എന്ത്? അവരെ ഈത്തപ്പന കുഴിച്ചിട്ടത് ആരെ പ്രതീക്ഷിച്ചാണ്? സുമാർ പ്രതീക്ഷിച്ചാണ്. ഹിജ്റ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ അവർ ഈത്തപ്പനയുടെ മുകളിൽ കയറിയിരുന്ന് കാത്തിക്കാണ്. അവിടെ ഈത്തപ്പനുണ്ട്, ഇവിടെ ഈത്തപ്പനുണ്ട്. ദുബായ് രാജാവ് അവിടെ വെള്ളത്തിന്റെ പരിസരത്ത് എന്ത് കൃഷി ചെയ്ത്? ഈത്തപ്പന. പിന്നെ അവരെന്ത് ചെയ്ത്? പിന്നെ അവർ റസൂൽ ഹിജ്റ വരുമ്പോ കയറിയിരിക്കണ മരം എന്ത് തന്നെയാണ്? ഈത്തപ്പനയിൽ കയറിയിരുന്ന് മുണ്ട് കെട്ടിയിട്ട് അവർ മത്നയുടെ ഭാഗത്തേക്ക് നോക്കിയിരുന്നു നബിയെ കാണാൻ വേണ്ടി. മരുഭൂമിയല്ലേ, അപ്പൊ കുറെ ദൂരെന്ന് കാണാൻ വേണ്ടി എന്ത് ചെയ്ത്? പറേ, ഈത്തപ്പനയുടെ മുകളിൽ കയറിയിട്ട് മുണ്ട് കെട്ടി. ഊരൊക്കെ മുണ്ട് കെട്ട വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അങ്ങനെ ഉത്തരക്കന്നെ ഒന്ന് തൂങ്ങി ഉറങ്ങിയാൽ പോലും വീണത് പോയത്. ഇങ്ങനെ നോക്കുക. നാദറീന ഇലാ ത്വരീഖി മക്ക, മക്കയുടെ വഴിയിലേക്ക് അങ്ങനെ നോക്കിയിരിക്ക. ഈ പ്രതീക്ഷ എന്ന് തുടങ്ങിയതാ? 1000 കൊല്ലം മുമ്പ്. 1000 കൊല്ലായി ഇവര് കാത്തിരിക്കണ റസൂൽ വരുന്നത്. മനസ്സിലായില്ലേ? ഈ കത്ത് പിന്നീട് ബനു നജ്ജാർ കബീലയിൽ നിന്ന് അബൂ ലൈല എന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ വരുന്നുണ്ട് ഈ കത്ത്. അയാൾ മദീനയുടെ പുറത്ത് വെച്ച് യാത്ര ചെയ്യാം. അപ്പൊ ഒരു സ്ഥലത്ത് വെച്ച് നബി അയാളെ കണ്ടുമുട്ടി. അപ്പൊ റസൂൽ ചോദിച്ചു, അയ്ന റിസാല, കത്തെവിടെ? അപ്പൊ ഇയാൾക്ക് ആദ്യം മനസ്സിലായില്ല എന്ത് കത്ത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സ്ഥലത്ത് ദുബായ് രാജാവ് എനിക്ക് ഇതിനുള്ള കത്തെവിടെ ചോദിച്ചു. മദീനക്ക് പുറത്തുള്ളവർ ഒരു സ്ഥലത്ത് വെച്ച് കാണുകയാണ് ഒരു യാത്രയിൽ. അബൂ ലൈല എന്ന ഈ മനുഷ്യൻ ആര് കാണുകയാണ്? അതിനെ റിസാല, കത്തോടെ ചോദിച്ചു. കത്തോ? 1000 കൊല്ലമായി തലമുറകൾ കൈമാറുന്ന കത്ത് തന്റെ കയ്യിലാണല്ലോ, കത്തോടെ ചോദിച്ചു. കത്ത് തുറന്നു. അപ്പൊ ആ കത്തിൽ 1000 കൊല്ലം മുമ്പ് അയാൾ സ്വർണം ഒരുക്കിയിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. അത് അപ്പോഴും ആ കത്തിലുണ്ട്. എത്ര കൊല്ലം മുമ്പ്? 1000 കൊല്ലം മുമ്പ്. ആ കത്ത് അപ്പോഴും എന്തെങ്കിലും വിചാരിച്ച് മുത്തനബി ആരെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്താണ് മുത്തനബി എന്ന് വിചാരിച്ചത്? മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ ആരെന്ന് നിങ്ങൾ വിചാരിച്ച്? ഒരു ജനത ഒരു നാട്ടിൽ പാർക്കാണ്. അവിടെ അതിനാണ് മദീന ഉണ്ടായത്. മദീന ഉണ്ടായത് ആരെ കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്? സുൽത്താനെ കാത്തിരിക്കാൻ. അതുകൊണ്ടാണ് മദീനക്കാരെ വീടിനെ മുന്തിച്ചു പറഞ്ഞത്. വീടിനെയും ഈമാനിനെയും ഒരുക്കി വെച്ചു എന്നാണ്. 1000 വർഷം മുമ്പ് വീട് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈമാൻ പിന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ആയത്തും. ഖുർആൻ ആയത്താ, വല്ലദീന തബവ്വഉ ദാറ വല്ലീമാന മിൻ ഖബ്ലിഹിം. ഇവരെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വീടിനെ ഒരുക്കി വെച്ചവരെ. വീട് ഒരുക്കിച്ചു എന്ന് 1000 കൊല്ലം മുമ്പ്. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. അവരിലേക്ക് ഹിജ്റ വരുന്നവരെ പ്രതീക്ഷിച്ച് സ്നേഹിച്ച് കാത്തിരിക്കുകയാണ് ഇവര്. ആ വരുന്നവർക്ക് എന്ത് കൊടുക്കുന്നതിലും അവർക്ക് വിഷമമില്ല. എന്തുകൊണ്ട്? അവർ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കാണ്. എത്ര കൊല്ലായി? 1000 കൊല്ലായി. നബിയുടെ കൂടെ വരുന്നവരെയും അവർ തെരഞ്ഞെടുക്കുകയാണ്. അവർ പട്ടിണിയിലാണെങ്കിലും കയ്യിലുള്ളവർ കൊടുക്കണം. ധർമ്മം ചെയ്യുന്നല്ല, ഈസാർ ചെയ്യുന്നെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈസാർ എന്ന വാക്കിന് ധർമ്മം എന്നല്ല അർത്ഥം. ധർമ്മം എന്ന് പറഞ്ഞാൽ അൽ ഇഅ്താഉ ബഅദ മാ ഇൻദക എന്നാണ്. അൽ ഈസാറു അൽ ഇഅ്താഉ ജമീഅ മാ ഇൻദക എന്നാണ്. ഇങ്ങോട്ട് നോക്ക്. വയൂസിറൂന അലാ അൻഫുസിഹിം. മദീനയിലേക്ക് വരുന്നവരെ അവർ ഈസാർ ചെയ്യുന്നു എന്നാണ്. ധർമ്മം കൊടുക്കുന്നു എന്നല്ല. ധർമ്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലുള്ളതിൽ നിന്ന് അല്പം കൊടുക്കാൻ അർത്ഥം. ഈസാർ ചെയ്യാന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലുള്ളത് മുഴുവൻ കൊടുക്കുന്ന അർത്ഥം. മദീനക്കാര് അവരെ കയ്യിലുള്ളത് ഒക്കെ കൊടുക്കാണ്. ജൂദല്ല. ജൂദ് എന്ന് പറഞ്ഞാൽ അൽ ഇൻഫാഖു ബഅദ മാ ഇൻദക. എന്റെ കയ്യിലുള്ള കുറച്ച് കൊടുക്കലാണ് ജൂദ്, ധർമ്മം. ഈസാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈസാർ എന്ന് പറഞ്ഞാൽ ഇതാ. ജൂദും ഈസാറും വ്യത്യാസമുണ്ട്. ഇതാ തന്നെ. ഇതിപ്പോൾ എൻ്റെ കയ്യിലെ പൈസ, എൻ്റെ പൈസ സങ്കല്പിക്കുക. ജൂദ് പറഞ്ഞാൽ 50 ഉറുപ്പിക കൊടുക്കുക. ഈസാറോ അതൊന്നും കൊടുക്കുക.
ധർമ്മം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് അല്പം കൊടുക്കുക. ഈസാർ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള മൊത്തം കൊടുക്കുക, പിന്നെ ബാക്കി കൊടുക്കാത്തതിൽ വേദനിക്കുക. അതാണ് ഈസാർ. തെരല്ലോ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ, അതിൽ വേദനിക്കലാണ് ഈസാർ. 10 ഉറുപ്പിക എടുത്താൽ എന്തായി? ധർമ്മമായി. മദീനക്കാർ ധർമ്മം കൊടുക്കുന്നവർ നല്ല പറഞ്ഞത്, ഈസാർ ചെയ്യുന്നവർ പറഞ്ഞത്. ഭയങ്കര വർത്തനാണ്, ഭയങ്കര. അവർ പട്ടിണി പരിവട്ടത്തിലാണെങ്കിലും അവരെ കയ്യിലുള്ളതെല്ലാം അവർ എടുത്ത് പെറുക്കി കൊടുക്കുന്നു നബിയുടെ കൂടെ വരുന്നവർക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? 1000 കൊല്ലമായി നബിയെ കാത്തിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന, അതാണ് മദീന. اللهم اجعل في المدينة من البركة ضعف ما في مكة. മക്കയിലുള്ളതിന്റെ ഇരട്ടി ബറക്കത്ത് മദീനയിൽ കൊടുക്കണമെന്ന് ദുആ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. اللهم اجعل في المدينة من البركة ضعف ما في مكة. മക്കയിലുള്ളതിന്റെ ഇരട്ടി ബറക്കത്ത് നീ മദീനയിൽ കൊടുക്കണമേ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇതാണ്, ഈ ഹദീത്താണ് മാലിക് ഇമാമിന് തെളിവ്. വഹുവ യഖൂൽ അൽ മദീനത്തു അഫ്ളലു മിൻ മക്ക. മക്കയേക്കാൾ പ്രധാനം മദീനയാണെന്നാണ് മാലിക്കി പക്ഷം റളിയല്ലാഹു അൻഹു. അതിന് മാലിക് ഇമാമിന്റെ തെളിവിലാണ്. എന്ത് മക്കയിലുള്ളതിന്റെ പറ ഇരട്ടി മദീനയിൽ കൊടുക്കണേ ബറക്കത്ത് എന്ന് ദുആ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാത്തിരിക്കാണ്? മുത്തുനബിയെ കാത്തിരിക്കുകയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആ നാട് നബിയുടെ മഹബത്തിൽ ഉണ്ടാക്കിയ നാടാണ്. മദീനയിലെ പൊടിമണ്ണ് കൊണ്ടാൽ മതി, കുഷ്ഠരോഗം പോലും സുഖപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉബാറുൽ മദീന, മദീനയിലെ പൊടിമണ്ണ് തട്ടിയാൽ മതി. ഉബാറ് പൊടിമണ്ണ്. ഉബാറുൽ മദീന, മദീനയിൽ പൊടിമണ്ണ് തട്ടിയാൽ മതി. കുഷ്ഠരോഗത്തെ പോലും സുഖപ്പെടുത്തും എന്ന് മുഹമ്മദ് മുസ്തഫ. മദീനയിലെ പൊടിമണ്ണ് തട്ടിയാൽ മതി, കുഷ്ഠരോഗം പോലും സുഖപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? അതൊരു ദേശമായത് മഹബ്ബത്ത് റസൂലില്ല. മുമ്പ് അവിടെ ഒരു ദേശമില്ല, മുമ്പ് അവിടെ ആളുമില്ല. മദീന പട്ടണത്തിന് ആകെയുള്ള ആയുസ് നമുക്ക് കൂട്ടിയാൽ കിട്ടും. മദീന ആകെ നമുക്ക് കൂട്ടിയാൽ കിട്ടും. എങ്ങനെ കൂട്ടേണ്ടത്? ഹിജ്റ ഹബീബ റസൂലുള്ളാഹി 51-ാമത്തെ റസൂലുള്ള മദീനയിൽ വന്നിട്ട് എത്ര കൊല്ലായി? ഹിജ്റ വർഷം തന്നെ 1441 കൊല്ലായി റസൂലുള്ള മദീന വന്നിട്ട്. കൂട്ടിക്കളി പ്ലസ് 1000 മദീന പട്ടണം ഉണ്ടായിട്ട് 2441 അതന്നെ മദീന ഉണ്ടായി. മനുഷ്യ മനസ്സിലായോ? മദീന പട്ടണം ഉണ്ടായിട്ട് എത്ര കൊല്ലായി? 2441 കൊല്ലായി. ഹിജറയിലേക്ക് എത്ര കൂട്ടിയാൽ മതി? 1000. റസൂലുള്ള മദീനയിലേക്ക് ഹിജറ വരുന്നതിന്റെ കൃത്യമായി 1000 കൊല്ലം മുമ്പാണ് തുബായ് രാജാവ് പട്ടണം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തിന്? നബിക്ക് താമസിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഇവിടെ വരും, അപ്പൊ നിങ്ങൾ ഇവിടെ ആളില്ലാതാകരുത്, ഇവിടെ നോളി. രാജാവും സമ്മതിച്ച്. പണ്ഡിതന്മാർ 400 ആളെ പാർത്തു. മദീനക്കാരെ അസ്ലി മൊത്തം ആലിമീങ്ങളാണ്. ഈ 400 ആലിമീങ്ങൾ അവിടെ മണിമാളിക ഉണ്ടാക്കി വിട്ടേച്ച് പോയി. ആര്? തുബായ് രാജാവ്. എന്നിട്ട് ആ ആലിമീങ്ങളെ മക്കൾ പേരമക്കൾ അങ്ങനെ കഴിഞ്ഞുകൂടി. മനസ്സിലായില്ലേ പറഞ്ഞത്? ആലിമീങ്ങളാ, അസ്ലി മൊത്തം ആലിമീങ്ങളാണ്. അവരാണ് ഔസ് ഖസ്റജ്, മൊത്തം ആലിമീങ്ങളാണ്. അവരിലെ കൂട്ടത്തിലെ നേതാവായിരുന്നു അക്കാലത്ത് അബൂ അയ്യൂബ് അൽ അൻസാരി. അവര് പാർത്ത വീട് ആരുണ്ടാക്കിയതാ? തുബായ് രാജാവ് ഉണ്ടാക്കിയ. രസമുണ്ട്, തുബായ് രാജാവ് ഉണ്ടാക്കിയ 400 വീടിൽ ഏറ്റവും തലയെടുപ്പുള്ള വീട് അതാ. കാരണം അതാർക്കുണ്ടാക്കി കൊടുത്തു? തുബായ് രാജാവിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആലിമിന്റെ വീടാ. ആ ആലിമിന്റെ പേരെ കുട്ടി പോയി. അതുകൊണ്ടാണ് മദീന അതിർത്തി വിട്ടപ്പോ കഴിഞ്ഞപ്പോ റസൂൽ എന്ത് ചെയ്തത്? ഒട്ടകത്തിന്റെ കഴുത്തിലേക്ക് കയറിട്ട് എല്ലാവരും ഞങ്ങളെ പരിക്ക് പറഞ്ഞു ഒട്ടകത്തിനെ വിട്ടാളി. അതിന് എവിടെ മുട്ടുകുത്തണമെന്ന് അതിനോട് കൽപ്പന ഉണ്ട്. എവിടെ മുട്ടുകുത്തിയത്? അബൂ അയ്യൂബിനെ അബൂ അയ്യൂബ് ആരാ? 400 പണ്ഡിതന്മാരെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ശൈഖുന, ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ആര്? അബൂ അയ്യൂബിന്റെ വല്യപ്പ. അവരെ കയ്യിലാണ് ഈ കത്ത് കൊടുത്തിട്ടുള്ളത്. അത് തലമുറയായി ആ വീട്ടിൽ പാർത്തു.
റസൂല വരുമ്പോ 1000 കൊല്ലായിട്ടുണ്ടാവും വീടിന്. അന്ന് പാർക്കുന്നത് ആരാ? അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു. വേറുള്ളവർക്ക് വീടുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ ഏറ്റവും വലിയ വീട് ആർക്കാണ്? അബൂ അയ്യൂബിന്റെ വലിയ അപ്പ കൊടുത്ത്. കാരണം ആ മനുഷ്യൻ ആരായിരുന്നു? ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആലിമ്. അതുകൊണ്ടാണ് ഹബീബ നബി എന്ത് പറഞ്ഞത്? ഒട്ടകത്തിന് വിട്ടാളി, ഞാൻ നിങ്ങൾ അതിനെ കൊണ്ടേണ്ട, അതെവിടെ നമ്മൾ എവിടെ ഇറങ്ങണമെന്ന് അള്ളാഹ് ഇതിനോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞത് ആരടുത്ത് മുട്ടുകുത്തണമെന്നാണ്? അബൂ അയ്യൂബിന്റെ വീട്. കാരണം ആ വീടാണ് അബൂ അയ്യൂബ് റസൂലുള്ളാഹിക്ക് പാർക്കാൻ വേണ്ടി സൗകര്യപ്പെടുത്തി ഉണ്ടാക്കിയത്. ആര്? തുബൈല. മനസ്സിലായില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ പാർക്കാൻ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ ഉണ്ടാക്കിയ വീട് ആ വീടാണ് തുബൈല രാജാവ്. എത്ര കൊല്ലം മുമ്പ്? 1000 കൊല്ലം മുമ്പ്. ആ വീട്ടു പിടിക്കൽ സ്വമേധ ഒട്ടം മുട്ടുക്കി. എന്താണ് വിചാരിച്ച്? കയറ് പിടിച്ചില്ല. ഒട്ടകം അങ്ങനെ ആണെന്ന്, പിന്നാലെ ആ മനുഷ്യന്മാർ അങ്ങനെ ആണെന്ന്. അവിടെ എത്തിയപ്പോ ഒട്ടകം അവിടെ കിടന്നു. എത്ര കൊല്ലം മുമ്പുള്ള സംഭവം അത്? ഇതാരും ഒട്ടത്തിനോട് പറഞ്ഞു, എന്തെന്ന് വിചാരിച്ച്? നിങ്ങൾക്ക് എന്താ വിചാരിച്ച്? ആരാണ് ഹബീബ നബി എന്ന് വിചാരിച്ച്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ആരാന്നാണ് നിങ്ങൾ വിചാരിച്ച്? മുത്ത് മുഹമ്മദ് മുസ്തഫ ആരാന്നാ വിചാരിച്ച്? ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആരാണ് കുട്ടി മുഹമ്മദ് മുസ്തഫ? നഹ്നു ജവാരിം മിൻ ബനി നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി. ഞങ്ങൾ ബനു നജ്ജാറിലെ പെൺകുട്ടികളാണ്. ബനു നജ്ജാറിലെ പെൺകുട്ടികൾ പാട്ട് പാടിയതുണ്ട് ചരിത്രത്തിൽ. ഞങ്ങൾ ബനു നജ്ജാറിലെ പെൺകുട്ടികളാണ്, ഞങ്ങളുടെ കൂട്ടത്തിലാണ് നബി പാർക്കുക എന്ന് നേരത്തെ തന്നെ വിവരമുണ്ട്. എന്ന് വിവരമുണ്ട്, 1000 കൊല്ലം വിവരമുണ്ട്. യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി. അയൽക്കാരനാകാൻ കഴിഞ്ഞവന്റെ ഭാഗ്യം എത്ര വലിയ ഭാഗ്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, എത്ര വലിയ ഭാഗ്യം. യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി. മുഹമ്മദ് മുസ്തഫയുടെ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽക്കാരാകാൻ കഴിഞ്ഞാൽ എന്ത് വലിയ ഭാഗ്യമാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കാണ്. നമ്മൾ ഖദീജ ബീവിയിലേക്ക്. എന്താ ഖദീജ ബീവിയിലേക്ക്? മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ തൊട്ടതാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടതാണ്. അതിനിവിടെ ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ആർക്കെങ്കിലും വിഷയമുണ്ടോ? ഇത് നമ്മൾ ഖദീജ ബീവിയെ പറ്റി റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്. എന്താ നമ്മുടെ കയ്യിൽ? ഒന്നുമില്ല. നബിയെ തൊട്ടതിനെ തൊട്ട് രക്ഷപ്പെട്ടു പോകണം, അല്ലാതെ രക്ഷയില്ല. النبي ذريعتي وهم إليه وسيلتي بيد اليمين صحيفتي. النبي ذريعتي وهم إليه وسيلتي وبهم يعطى غدا بيد اليمين صحيفتي. سيدنا إمام الشافعي വലത്തെ കയ്യിൽ കിതാബ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വലത്തെ കയ്യിൽ കിതാബ് കിട്ടണം, അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഖദീജ ബീവിയുടെ വഫാത്തായത് പറഞ്ഞിട്ടുണ്ട്. അതുമായി അനുബന്ധിച്ച് ഒരു 3-4 ക്ലാസ്സും കൂടി ഉണ്ടാവും. ആ ക്ലാസ് കൂടി കഴിഞ്ഞാൽ ആ വിഷയം അവസാനിക്കും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഓർമ്മകൾ റളിയല്ലാഹു അൻഹ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഓർമ്മകൾ മുസ്ലിം ലോകം അയവിറക്കി പോന്നിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ ഖദീജ എന്ന് പേരിട്ട അനവധി ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ബി മഹബ്ബത്തി ഖദീജത്തുൽ കുബ്ര, ഖദീജ ബീവിയോടുള്ള ഇഷ്ടമാണ്. ഏതെങ്കിലും വീട്ടിൽ ഒരു ഖദീജ ഉണ്ടെങ്കിൽ ആ വീടിന് ഖൈറുണ്ടാവും. കാരണം റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള പേരാണത്. സല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പേരിൽ ഖദീജ ഉണ്ട് റളിയല്ലാഹു അൻഹ. ഖദീജ അതൊരു പേരാണ്, റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള പേരാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഒരു വീട്ടിലൊരു 1-2 പെൺകുട്ടി, ഒരു കുട്ടി ഫാത്തിമ ആണെങ്കിൽ ഒരു കുട്ടി ഖദീജ ആയിരിക്കും. എന്തുകൊണ്ട്? ഹബീബ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഖദീജയാണ് റളിയല്ലാഹു അൻഹ. നമ്മുടെ പേരിലുണ്ടായ നമുക്കൊരു ഖൈറുണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കുക. അപ്പം അതിൻ്റെ ബാക്കി ഖദീജ ബീവിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കുറച്ച് ക്ലാസ്സുകൾ പറഞ്ഞ് അവസാനിപ്പിക്കും. എന്താ ലക്ഷ്യം ഹബീബ നബിയെ തൊടലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബൻ നിങ്ങൾ കണ്ടില്ലേ തുബായ് രാജാവ് ചെയ്തത്? ഹബീബ നബി പറഞ്ഞു ലാ തസുബ്ബു തുബ്ബാൻ, നിങ്ങൾ അത് തുബായ് രാജാവിനെ ചീത്ത പറയരുത്. ഫഇന്നഹു ഖലാ അസ്ലമ, അയാൾ ഞാൻ ജനിക്കുന്നതിന്റെ എത്രയോ കൊല്ലം മുമ്പ് എന്നെ കൊണ്ട് മുസ്ലിമായിട്ടുണ്ട്.
ആര് പറഞ്ഞു? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തസുബ്ബു തുബ്ബഅൻ, നിങ്ങളാരും തുബ്ബഅ രാജാവിനെ ആക്ഷേപിച്ച് പറയരുത് കേട്ടോ. ഫഇന്നഹു ഖദ് അസ്ലമ മിൻ ഖബ്ലു, അയാൾ പണ്ടേ മുസ്ലിമാണ്. മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അയാൾ എന്നെ കൊണ്ട് മുസ്ലിം ആയിട്ടുണ്ട്. ആര്? തുബ്ബഅ രാജാവിനെ ചീത്ത പറയരുത് കേട്ടോ, ആക്ഷേപിക്കരുത് കേട്ടോ. തുബ്ബഅ രാജാവ് അത്രയും വലിയ മഹാനാണ്. ഫഇന്നഹു വകുല്ലി ഷഫീഅൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ. അതുണ്ടാക്കത്തില്ല നബിയെ. ഫകുല്ലി ഷഫീഅൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണം നബിയെ. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുണ്ട്. തുബ്ബഅ രാജാവിനെ ഞാൻ ഷഫാഅത്ത് ചെയ്യും. കാരണം ഫഇന്നഹു അസ്ലമ ബി മിൻ ഖബ്ലു, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട്. തുബ്ബഅ രാജാവ് മുസ്ലിമായിട്ടുണ്ട്. ബിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കാര്യമാണെങ്കിലും അത് ഹബീബായ നബിയുമായി ബന്ധപ്പെട്ടതെല്ലാം ഖൈറാണ്, എല്ലാം ഖൈറാണ്. ഹബീബായ നബിയുമായി ബന്ധപ്പെട്ട എല്ലാം ഖൈറാണ്. ഖൈറല്ലാത്ത ഒന്നും ഹബീബായ നബിയുമായി ബന്ധപ്പെട്ടുണ്ടാവില്ല. എന്തും ഖൈറാണ്, എന്തും 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 ഖൈറാണ്, എന്തും ഖൈറാണ്. റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യമുണ്ടെങ്കിലും അതിൽ ഖൈറാണ്. ഇത് ഖൈറേ ഉണ്ടാവും, ഒരു പ്രയാസം ഉണ്ടാവില്ല, അത് ഖൈറേ ഉണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മദീനയെ ആഗ്രഹിക്കുക, മദീനയെ ആഗ്രഹിക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞങ്ങളുടെ ഒറ്റ കാര്യം കൂടി ഓർമ്മപ്പെടുത്തി പറയുന്നു, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എല്ലാ ദിവസവും ഖുർആൻ ഓതുക, നിസ്കാരം, സുന്നത്ത് നിസ്കാരം, ഖുർആൻ ഓത്ത്, അതൊക്കെ ശ്രദ്ധിക്കുക. ഒരു മങ്കൂസ് മൗലൂദ് ദിവസം ഓടാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ മങ്കൂസ് കാണാതെ പഠിക്കാൻ നോക്കുക. അത് എളുപ്പം കഴിയും. നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ഒരു ദിവസം കൊണ്ട് മങ്കൂസ് കാണാം. എന്തുകൊണ്ട്? നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത ആയിക്കോട്ടെ. എല്ലാവരും മങ്കൂസ് മൗലൂദ് ദായിമാക്കുക. ചെയ്യേണ്ട അമലുകളൊക്കെ ചെയ്യുക. ഖുർആൻ ഓതുക, സബഉൽ മുജിബാത്ത്, തബാറക, വാഖിഅ എല്ലാം ഓതുക. എന്ത് ഓതുക? ഒരു മങ്കൂസ് ഓതുക. سبحان الذي طلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا وآخره في آخر الزمان كما قدر وابدا والبسه خلعة الجمال التي لم يلبسها أحدا فوجدا أخجل قربا وفرقنا لا وهو الذي توسل به إننا افتخر بكونه والدا واستغاث به نوح فنجا من الردى وكان في صلب إبراهيم حين ألقي في النار فعاد وصار له بها مغادرة أمه آمنة بن أحمد ملائكة السماء وددا ودخل عليها الأنبياء وهم يقول لها سميه محمدا قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليهم ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل أخلق آدم بألف عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم ألقى ذلك النور في طينته فأهبطني الله في صلب آدم إلى الأرض وجعلني في السفينة في صلب نوح وجعلني في صلب الخليل إبراهيم يقذف به في النار ولم يزل ينقلني ربي من صلاب الكلمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط. ഒരു മങ്കൂസ് പൂർത്തിയാക്കി ഓടുക, കാണാതെ പഠിക്കുക. എന്നാൽ ഏത് യാത്ര ചെയ്യില്ല, തബാറക, വാഖിഅ, റഹ്മാൻ, അലിഫ് ലാം ഒക്കെ പഠിക്കുക, അതൊക്കെ നിത്യം ഓടുക. ഒരു മങ്കൂസ് ഓടുക, എല്ലാവരും പഠിച്ചാൽ നമ്മൾ ക്ലാസ്സിന് ഒരു ഫലം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് അള്ളാഹിന്റെ കോടതി പറയണം, നമുക്ക് ഇന്നത് കിട്ടണം. എല്ലാ സൂറത്തുകളും ഓടുക, നമ്മൾ സാധാരണ ഓടുന്ന സൂറത്തൊക്കെ ഓടുക, ഖുർആൻ ഓടുക, എന്ത് ഓടുക, ഒരു മങ്കൂസ് ഓടുക, എല്ലാ ദിവസവും ഓടുക. നിങ്ങളത് പ്രാവർത്തികമാക്കിയിട്ട് വേണം എനിക്ക് കേരളത്തിൽ വേറെ നാട്ടിലോട് പറയാൻ. നിങ്ങൾ കാണാതെ പഠിക്കും, നിങ്ങളെല്ലാവരും കാണാൻ പഠിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമുക്ക് ലക്ഷ്യം എന്താ? അള്ളാഹിന്റെ കോടതി ലക്ഷ്യപ്പെടാനില്ല. ഒരു ലക്ഷ്യം റഹ്മത്തുള്ളാഹിക്കില്ല, ഒരു ലക്ഷ്യം എനിക്കില്ല. എൻ്റെ കുട്ടികൾ മങ്കൂസ് കാണാൻ പഠിക്കണം. അത് ഈസിയാണ്, വളരെ ഈസിയാണ്. എൻ്റെ കുട്ടികൾക്ക് ഒരാൾക്ക് മങ്കൂസ് കാണാൻ കിട്ടരുത്. എന്തുകൊണ്ട്? നമ്മൾ മുസ്തഫ നബി ഇങ്ങനെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പഠിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹിൻ്റെ ഹബീബ് നമ്മൾ ഒഴിവാക്കൂല. നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ പഠിക്കണ്ട. നിങ്ങളെ ഇത് ഞാൻ വെറുതെ കൊണ്ടുപോകല്ല, നിങ്ങളെ മുസ്തഫ നബിനെ തന്നെ കൊണ്ടുപോകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ വെറുതെ ഇരിക്കണ്ട, നിങ്ങൾ എൻ്റെ കൂടെ പോകുന്നോളൂ. ഞങ്ങളെ മുസ്തഫ നബിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ക്ലാസ് ദുനിയാവ് തീരാനുള്ളതല്ല, എൻ്റെ ക്ലാസ് മുസ്തഫ നബിയിലേ തീരുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ക്ലാസ് ഇടാ മുസ്തഫ നബിയിലേക്കുള്ള ക്ലാസ്സാണ്. എൻ്റെ ക്ലാസ്സിൽ ഒരാൾ വന്നാൽ അവനെ മുസ്തഫ നബിൻ്റെ അടുത്ത് കൊണ്ടുപോകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നിങ്ങൾ കാണാൻ പഠിക്കണം, നിങ്ങൾ കാണാതെ പഠിക്കണം. അവസാനത്തെ ബെയ്ത്തടക്കം എല്ലാം കാണാൻ പഠിക്കണം. ആ ദുആ ഞങ്ങൾക്കൊക്കെ പലർക്കും കാണാതെ കിട്ടും. ഡോക്ടർ കാണാൻ പഠിച്ചാൽ 25 മിനിറ്റ് മതി അല്ലേ? 25 മിനിറ്റ് മതി. 25 ചിലപ്പോൾ ഉമ്മ ആശുപത്രിയിലാവും, എന്നാലും മങ്കൂസ് മൗലൂദ് ഓടാം. ആ ആശുപത്രിയിൽ ഉമ്മാൻ്റെ വെന്റിലേറ്ററിലിട്ട് പുറത്ത് നമുക്ക് മങ്കൂസ് മൗലൂദ് ഓടാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കുക, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാൾ മങ്കൂസ് മൗലൂദ് കാണാതെ കിട്ടാത്ത ഒരാൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാക്കരുത്. എല്ലാവരും കാണാൻ പഠിക്കണം.
ഇൻഷാ അല്ലാഹ്. എന്തേ അങ്ങനെ തന്നെയല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് വേണം വേറെലോട് പറയാൻ. അൽഹംദുലില്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് തന്നൊരു ഫضل നിങ്ങൾക്കറിയോ? ഈ ക്ലാസ്സാണ് ലഖദ് ജാഅക്കും എന്ന ആയത്തിന്റെ ബേസ്. ഇന്ന് കേരളത്തിൽ അത് ദായിമാക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളാണ്, ലക്ഷക്കണക്കിന് ജനങ്ങളാണ്, ലക്ഷോപലക്ഷം. സത്യാണോ അല്ലേ? സത്യാണോ അല്ലേ? അതിലാദ്യത്തെ കൂലിങ്ങൾക്ക്, അതാദ്യത്തെ കൂലിങ്ങൾക്ക്. ഇതല്ലാത്തൊരു പണി നമ്മൾ എടുത്തില്ല. 10-20 കൊല്ലം കൊണ്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, കേരളം മുഴുവൻ ഈ ആയത്തെ നമ്മൾ ദായിമാക്കിയത്. ശരിയാണോ അല്ലേ? കേരളം മുഴുവൻ ഓടുകയാണ്, എല്ലാവരും ഓടുക. അൽഹംദുലില്ലാഹ് എന്ന് പറയും. വൽപ്പത്തരല്ലട്ടാ, എന്ത് വൽപ്പത്തരം? മുസ്തഫ നബി നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട്, തെളിവാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. വൽപ്പത്തരം എന്ത് വൽപ്പത്തരടോ? വൽപ്പത്തരം കാട്ടി അപ്പം പിൻവലിക്കും അള്ളാഹു തആല. അള്ളാഹു കാക്കട്ടെ എല്ലാവരും. ലഖദ് ജാഅക്കും അത് ഒരാളോട് പറയേണ്ടതില്ല. ഞാൻ ഏതെങ്കിലും ഒരാളൊരു കാര്യം ചോദിച്ചാൽ അത് ചെല്ലിക്കൊന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറയും. അത് ഞാൻ പണ്ടേ ദായിമാക്കുന്നുണ്ട് സാറേ, കൊല്ലങ്ങളായി അവിടുന്ന് പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ദായിമാക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. അള്ളാഹ് ആയത്തല്ലേ, അത് രാവും പകലും ഓതല്ലേ. ആയത്തോതിയിട്ട് വെള്ളപ്പാണ്ട് മാറിയവർ നമ്മളെ നാട്ടിലുണ്ട്, നമ്മളെ കൂട്ടത്തിലുണ്ട്. വെള്ളപ്പാണ്ട് മാറിയവരുണ്ട്, ക്യാൻസർ മാറിയവരുണ്ട്. ഏതായിട്ട് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. സമയമൊക്കെ ആയി കുട്ടികളെ, അവനവൻ്റെ കാര്യം നോക്കിക്കൊള്ളി. ബഹളത്തിൽ മാത്രം കൂടണ്ട. ബഹളമൊക്കെ അത് ആരവമാണ്, എൻ്റെ പിന്നാലെ ഓടണ്ട. എല്ലാത്തിനും ചേർന്ന് നിന്നോളി, പക്ഷേ അതേസമയം അവനവൻ്റെ പണിയെടുത്തോളി. മങ്കൂസ് കാണാതെ ഓടിക്കണം. മങ്കൂസിന് നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മങ്കൂസിന് കിതാബ് എടുക്കേണ്ടി വരരുത്. ദായിമായി ഓടും. മഗ്‌രിബിന് ശേഷം കഴിഞ്ഞാൽ മഗ്‌രിബിന് ശേഷം, അല്ലെങ്കിൽ അസറിന് ശേഷം, മഗ്‌രിബിന് മുമ്പ് എപ്പോഴും ഓതിയിരിക്കണം. സമയം നിശ്ചയിച്ചാൽ നിങ്ങൾ ഫضل കാണും, നിങ്ങൾ കണ്ടിരിക്കും, നിങ്ങളത് കാണും. നിങ്ങൾ മുസ്തഫ നബിയെ കാണും, മുഹമ്മദ് മുസ്തഫ. ഈ കഴിഞ്ഞു പോയ ഈ കേരളത്തിലെ ഔലിയാക്കന്മാരുടെ എല്ലാം മാത്രം മങ്കൂസ് മൗലൂദ. അമ്പങ്ങൊന്ന് ബിലാൽ പാപ്പാന്റെ നേർച്ച മഹറമജ. മഹറമിൽ നേർച്ച എന്താ? ഒരാണ്ട് മഹറമിലല്ല, മങ്കൂസ് നേർച്ച. മനസ്സിലായില്ല? ബിലാൽ പാപ്പാന്റെ നേർച്ച മങ്കൂസ് നേർച്ച, മങ്കൂസ് നേർച്ചയാണ്. ബിലാൽ പാപ്പാന്റെ കൊടി കയറ്റും മങ്കൂസ് എല്ലിയിട്ട്, കൊടി ഇറക്കും മങ്കൂസ് എല്ലിയിട്ട്. ആ ദിവസങ്ങളിലൊക്കെ അമ്പംകുന്നത്ത് ബീരാനുൽ പാപ്പാന്റെ നേർച്ച. മനസ്സിലായില്ല? കേരളത്തിൽ മലബാറിൽ ഇന്നീ കാണുന്ന ഈ ഇസ്ലാമിക വെളിച്ചം ബീരാനുൽ പാപ്പ ഉണ്ടാക്കി. ഇന്നീ കാണുന്ന ഈമാനിക വെളിച്ചം മുഴുവൻ കേരളത്തിൽ ഉണ്ടാക്കിയ ആൾ ആരാണ്? മലബാറിൽ അതിന്റെ പിതാവ് ബീരാനുൽ പാപ്പയാണ്. അള്ളാഹു ഏത് നാട്ടിൽ അവർ വെളിച്ചം ഉണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹു അല്ലേ? അറിയില്ലേ? ബീരാനുൽ പാപ്പനെ അറിയില്ലേ? അവർ യാതൊരു സംശയം വേണ്ടട്ട, മലബാറിൽ ഈ കാണുന്ന വെളിച്ചം മുഴുവൻ ഉണ്ടാക്കിയ തലസ്ഥാനം ആരാണ്? ബീരാനുൽ പാപ്പയാണ്. അവരെ നേർച്ച മങ്കൂസ് മൗലൂദ. അത് അവിടെ നിന്ന് പോന്നാൽ അത്തിപ്പറ്റ മേനിമുട്ടിയിൽ വരെ അത് തന്നെയാണ്. മേനിമുട്ടിയുടെ പ്രത്യേകതയാണ് എന്ത്? എവിടെ എന്തോന്നും മങ്കൂസ് ഒരു അരീതെങ്കിലും ഓതെന്നറിയും, ഒരു അരീതെങ്കിലും ഓതെന്നറിയും. ഇല്ലേ? അനുഭവം ഉള്ളവരില്ലേ? ഇല്ലേ? ഏത് സദസ്സിനും പോയാൽ എന്ത് ചെയ്യും? മങ്കൂസ് ഓതെന്നറിയും. മങ്കൂസ് തന്നെ ഫുൾ ഏത് സദസ്സിനും മങ്കൂസ് ഓതും. പുതിയ സുലൈമാൻ മൗലവി ദായിമായി ഓതിയെന്നും ഓതാൻ കൽപ്പിച്ചിരുന്ന സാധനമാണ് കിടക്കുന്നത്. ആര്? പുതിയ കിടക്കണ ആര്? ഇതാണ് മഹാനായ സുലൈമാൻ മൗലിയാര്, സുലൈമാൻ മൗലിയാര്, സുലൈമാൻ മൗലിയാര്. മനസ്സിലായില്ലേ? പുതിയ കിടക്കുന്ന സുലൈമാൻ മുസ്ലിയാര് ദായിമായി കൽപ്പിച്ചിരുന്നതാണ് എന്ത്? മങ്കൂസ് മൗലൂദ്. എല്ലാവരും മങ്കൂസ് മൗലൂദ്. അത് എന്തോ ഒരു ഖൈറുണ്ട്, അത്ഭുതകരമായ ഖൈറിൽ കിടക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എൻ്റെ കുട്ടികൾ മങ്കൂസ് മൗലൂദ് കാണാതെ പഠിക്കുന്ന വേണം. അത് കിട്ടാത്ത ഒരാളെ നമ്മളെ കൂട്ടത്തിലുണ്ടായത്. നിങ്ങളിൽ കാണാൻ പഠിക്കണം. എളുപ്പമാണ്. 20-25 മിനിറ്റ് മതി അത് ഓതാൻ. കാണാതൊക്കെ എളുപ്പം പഠിക്കും. വേഗം പഠിച്ചു, നിങ്ങൾ വേഗം പഠിക്കും. കാരണം ദിവസം അതിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ കാണാൻ പഠിക്കാൻ ഇരിക്കലില്ല. ശ്രദ്ധിച്ച കാണാൻ തുടങ്ങി. കാരണം എന്തുകൊണ്ട്? കൊല്ലങ്ങളായി ഓരി യാസീൻ അങ്ങനെ തന്നെയല്ലേ? യാസീൻ ഇരുന്നാൽ തന്നെ കാണാൻ പഠിക്കും. എന്തുകൊണ്ട്? ഇന്ന് നേരെ പത്ര യാസീൻ ഓതിയാൽ ഈ കൂട്ടത്തിലില്ലേ? ഇല്ലേ? ഇല്ലേ ഉണ്ട്. ഒരു പണിയില്ല. എന്തുകൊണ്ട്? കേട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. കുട്ടികളെ ഏറ്റവും എളുപ്പത്തിൽ കാണാൻ പഠിക്കുന്നതാണ് യാസീന്. കാരണം ബാപ്പമായിട്ട് എന്താണ് ഓതി കേട്ട് പഠിക്കും. മങ്കൂസ് മൗലൂദ് കാണാതെ പഠിക്കണം എല്ലാവരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതേത് കടയിലും എവിടെയും എന്തും പീടിക കച്ചവടം, കടക്കാരി അല്ല പല ഏർപ്പാടുകാരുണ്ട്. രാവിലെയാണ് പീടിക കയറിയാൽ എന്ത് ചെയ്യാം? 20-25 മിനിറ്റ് അത് കട ഒരു ചെന്ന മുമ്പ് മങ്കൂസ് മൗലൂദ് ഓതിക്കാളി അങ്ങനെ ഇരുന്നൂല. മനസ്സിലായില്ലേ? അതാരും അറിയണ്ട. മങ്കൂസ് അങ്ങനെ ഓതുക. മുസ്തഫ നബിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. മുഹമ്മദ് മുസ്തഫ. തോട്ടത്തിൽ മൗലവി എന്ന ഒരാളുണ്ടായിരുന്നു, വാഴക്കാട്.
അയാൾ തെളിവ് വെച്ച് കണ്ണിയത്ത് ഉസ്താദിനോട് തവസ്സുൽ ചെയ്യാൻ, റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്യാൻ വേണ്ടി തെളിവുണ്ടോ? അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് ഓതിയത് ഏതാണ്? മങ്കൂസ് മൗലൂദാണ്. ഫസ്തഗാസ ബിഹി, അതെ അതെ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം വഫ്തഖറ ബികൗനിഹി വാലിദൻ വസ്തഗാസ ബിഹി നൂഹ് എന്ന് മങ്കൂസ് മൗലൂദിലുണ്ട്. നബിയെ കൊണ്ട് ഇസ്തിഗാസ ചെയ്യാൻ തെളിവുണ്ട്. എന്തിലുണ്ട്? മങ്കൂസ് മൗലൂദിലുണ്ട് തെളിവ് പറഞ്ഞു. ആര്? കണ്ണിയത്ത് ഉസ്താദ്. അപ്പൊ അവർക്കത് അത്ര തെളിവായിട്ടുണ്ട്. അവർക്കത് അത്ര തെളിവല്ലേ? ആർക്ക്? കണ്ണിയത്ത്. മനസ്സിലായോ? റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട് കണ്ണിയത്ത് ഉസ്താദ്. എന്ത് കണ്ടില്ല? മുദ്ര കണ്ടില്ല. അവിടുത്തെ മുദ്ര, പ്രവാചകത്വത്തിന്റെ മുദ്ര ഉണ്ട് ഇവിടെ. റസൂലുള്ളാഹി മുദ്ര കാണിച്ചു കൊടുത്തില്ല. അന്ന് റസൂലുള്ളാഹിനോട് പിണങ്ങി. ആര്? കണ്ണിയത്ത് ഉസ്താദ്. അതെന്താണ് നബി, അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, എനിക്ക് മുദ്ര കാണിച്ചു തരണം എന്നാണ്. പിറ്റേന്ന് വന്നിട്ട് മുദ്ര കാണിച്ചു കൊടുത്തു. നബിയോട് പിണങ്ങി. പിണങ്ങാറിനാല് ദേഷ്യപ്പെട്ട് പിണങ്ങലല്ലേ? എന്ത് ഉമ്മാനോട് കുട്ടികൾ വണങ്ങും പോലെ. എന്താണ് അങ്ങനെ പെട്ടെന്ന് പോയത്? എനിക്ക് പ്രവാചകത്വത്തിന്റെ മുദ്ര കാണാൻ കഴിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിയുടെ വലത്തെ ചുമലിൽ എന്തുണ്ട്? നുബുവത്തിന്റെ മുദ്ര ഉണ്ട്. അത് കണ്ണിയത്തിന് സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ പറഞ്ഞു നബി, അങ്ങനെ ഹൃദയത്തിൽ എന്തിനാ പോയത്? എനിക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിറ്റേന്ന് കണ്ണിയത്തിന്റെ അടുത്തേക്ക് വീണ്ടും ആര് വന്ന്? നബി വന്ന് കാണിച്ചെടുത്ത്, ഇത് കാണിച്ചെടുത്ത്. അപ്പൊ പറഞ്ഞു മതി മതി, അത് കണ്ടു എന്തില്ല, എങ്ങനുണ്ട് എങ്ങനുണ്ട്. അവരൊക്കെ ഇത് അംഗീകരിച്ചതാണെങ്കിൽ അതന്നെ നമ്മളെ ഭക്ഷണം, മുഅ്മിനീങ്ങളുടെ ഭക്ഷണം, അള്ളാന്റെ ഹബീബിന്റെ ഭക്ഷണമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ഹബീബിനെ കൊണ്ട് തൊട്ട ഒരു മനുഷ്യൻ പരാജയപ്പെടില്ല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. ഇതൊരു ഖൈറായ ഒരു മജ്ലിസാണ്. ഈ മജ്ലിസിൽ മുബാറക്കായ മജ്ലിസാണ്. ഈ മജ്ലിസിൽ ഇരുന്ന രോഗം മാറും. ഈ മജ്ലിസിൽ ഇരുന്ന ഈമാൻ വർദ്ധിക്കും. എന്തേ ഇവിടെ നമ്മൾ വിചാരിക്കാത്ത ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ഇതിങ്ങനെ നടക്കൂല. മുസ്തഫ നബിന്റെ നോട്ടാണ് മുഹമ്മദ് മുസ്തഫ. ഖദീജ ബീവിയിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കാം. റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ട് ഖദീജ ബീവിയെ നമ്മൾ പറയുന്നു? എന്തുകൊണ്ട്? റസൂലാണ് തൊട്ടതാണ്. മുഹമ്മദ് മുസ്തഫ തൊട്ടാൽ മതി. അള്ളാന്റെ ഹബീബിൻ പ്രേമഭാജനമാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. നമുക്ക് അവരെ കൊണ്ട് നമ്മൾ നാളെ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ.